മുലപ്പാലിന് എന്താണ് രുചിയെന്ന് ഇന്ന് ആരെങ്കിലും നമ്മളോട് ചോദിച്ചാൽ നമുക്ക് പറയാൻ അറിയില്ല. ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കാലഘട്ടത്തിൽ നമ്മൾ ആർത്തിയോടെ രുചിച്ചത് അപ്പോഴേ മറന്നു, അല്ലെങ്കിൽ രുചി പറയാൻ അറിയാത്ത പ്രായം. അതുകൊണ്ട് എന്നും ലോകത്തിലെ കൗതുകമാണ് മുലപ്പാലിന്റെ രുചി എന്ത് എന്നത്. %70 സ്ത്രീകളും ഒരിക്കലെങ്കിലും മുലപ്പാൽ രുചിച്ചിട്ടുണ്ടാകുമെന്നും 29% പുരുഷന്മാർക്ക് അതിന്റെ രുചിയെക്കുറിച്ച് ജിജ്ഞാസയുണ്ടെന്നുമാണ് പഠനങ്ങൾ. നമുക്കെല്ലാം ആഗ്രഹമാണ് തിരിച്ചറിവിന്റെ ഈ പ്രായത്തിൽ മുലപ്പാലിന്റെ രുചി ഒന്നുകൂടി അറിയാൻ കഴിഞ്ഞെങ്കിലെന്ന്. ആഗ്രഹങ്ങൾ അസ്ഥാനത്താകണ്ട, അതിന് വഴിയൊരുങ്ങുന്നുണ്ട്. മുലപ്പാലിന്റെ രുചിയുള്ള ഐസ്ക്രീം ആയാലോ? കേൾക്കുമ്പോൾ അല്പം ജിജ്ഞാസയും കൗതുകവും കുറെ ചോദ്യങ്ങളും മനസ്സിൽ വരുന്നുണ്ടല്ലേ? സംശയിക്കേണ്ട, അത്തരമൊരു പരീക്ഷണത്തിന് ഒരുങ്ങുകയാണ് അമേരിക്കയിലെ ഒരു കമ്പനി. യുഎസിലെ പ്രമുഖ ബേബി ബ്രാൻഡായ ഫ്രിദയാണ് മുലപ്പാൽ രുചിയിൽ ഐസ്ക്രീം ഉണ്ടാക്കി ഞെട്ടിക്കാൻ ഒരുങ്ങുന്നത്. എന്തായാലും സംഗതി വൈറലായതോടെ വലിയ തോതിലുള്ള പ്രതികരണമാണ് സോഷ്യൽ മീഡിയയിൽ നിന്നും ലഭിക്കുന്നത്. ഏപ്രിൽ ഫൂൾ പ്രാങ്ക് കമ്പനി നേരത്തെ തുടങ്ങിയോ എന്ന് ചിലർ ചോദിക്കുന്നുണ്ട്. മറ്റു ചിലർ എന്താണ് ഇത്ര അത്ഭുതമെന്നും പശുവിൻ പാലിൽ നിന്നല്ലേ ഐസ്ക്രീം നിർമ്മിക്കുന്നതെന്നും ചോദിക്കുന്നു. മുലപ്പാൽ ഐസ്ക്രീം യഥാർത്ഥ മുലപ്പാൽ ഉപയോഗിച്ചാണോ നിർമ്മിക്കുന്നതെന്നാണ് പിന്നാലെ ഉയർന്ന മറ്റൊരു ചോദ്യം. എന്നാൽ അങ്ങനെയല്ല കേട്ടോ. മുലപ്പാൽ ഉപയോഗിച്ചുള്ള ഐസ്ക്രീം നിർമ്മാണത്തിനൊന്നും ലോകത്ത് ഒരിടത്തും അനുമതിയില്ല. മാത്രമല്ല, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കുടിക്കാനുള്ളതേ അമ്മമാർക്ക് നൽകാൻ കഴിയുന്നുള്ളൂ. പിന്നെ എന്താകും ഈ സാധനമെന്നല്ലേ? മുലപ്പാലിലുള്ള വൈറ്റമിനുകളും പിന്നെ omega-3 ഫാറ്റ്സ്, ലാക്ടോസ്, കാൽസ്യം, വൈറ്റമിൻ ബി, വൈറ്റമിൻ ഡി ഇതൊക്കെ അടങ്ങിയ പോഷക സമൃദ്ധമായ ഐസ്ക്രീം ആണെന്നാണ് നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നത്. മുലപ്പാലിന് സമാനമായ നേരിയ മധുരവും ഉപ്പും ഒക്കെ ചേർന്ന രുചിയായിരിക്കും അത്രേ ഐസ്ക്രീമിന്. പക്ഷേ ഒരു കുഞ്ഞ് ജനിക്കാൻ കാത്തിരിക്കുന്നത് പോലെ മുലപ്പാൽ ഐസ്ക്രീം രുചിക്കാൻ ആഗ്രഹിക്കുന്നവർ 9 മാസം കാത്തിരിക്കേണ്ടി വരുമെന്നും കമ്പനി അധികൃതർ പറയുന്നു. കസ്റ്റമേഴ്സിന് കമ്പനി വെബ്സൈറ്റ് വഴി ഐസ്ക്രീം മുൻകൂട്ടി ബുക്ക് ചെയ്യാം. ഇനിയിപ്പോൾ മുലപ്പാൽ രുചിച്ചറിഞ്ഞവരുണ്ടോ എന്ന് ചോദിച്ചാൽ സധൈര്യം പറഞ്ഞോളൂ, എനിക്കറിയാം, അത് ഉറവ് പറ്റാത്ത സ്നേഹമാണെന്ന്.